പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1956 ഒരു ശബ്ദ സന്ദേശം പുറത്തിറങ്ങി. അത് ദശലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ ചിന്തകളെ നിയന്ത്രിക്കാനും അവരുടെ ജീവിതത്തിന് അത്ഭുതങ്ങൾ സംഭവിക്കാനും കാരണമായി. ആ ശബ്ദ സന്ദേശം കുറച്ചു ദിവസം മുടങ്ങാതെ കേൾക്കുക മാത്രമാണ് അവർ ചെയ്തത്. ഏൾ നൈറ്റിംഗേലിന്റെ ദ സ്ട്രേഞ്ചേഴ്സ് സീക്രട്ട് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും വിചിത്രമായ ആ രഹസ്യ സന്ദേശം ഞാൻ നിങ്ങൾക്കായി ഇതാ പങ്കുവെക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ച നോബൽ സമ്മാന ജേതാവ് ഡോക്ടർ ആൽബർട്ട് ഷീൻസൺ ലണ്ടനിൽ അഭിമുഖം നടത്തുകയായിരുന്നു. അപ്പോൾ ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, ഡോക്ടർ, എന്താണ് ആളുകളുടെ പ്രശ്നം? മഹാനായ ആ ഡോക്ടർ ഒരു നിമിഷം നിശബ്ദനായി. എന്നിട്ട് പറഞ്ഞു, ലളിതമായി പറഞ്ഞാൽ ആളുകൾ ചിന്തിക്കുന്നില്ല. ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു സുവർണ കാലഘട്ടത്തിലാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ പ്രതീക്ഷിക്കുകയും സ്വപ്നം കാണുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു കാലഘട്ടമാണിത്. എന്നാൽ ഇവിടെയുള്ളതിനാൽ നാം അത് നിസ്സാരമായി കാണുന്നു. ഏറ്റവും സമ്പന്നമായ ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞ നമ്മൾ ഭാഗ്യവാന്മാരല്ലേ? എല്ലാവർക്കും ധാരാളം അവസരങ്ങളുള്ള നാട്. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? 25 വയസ്സിൽ ജീവിതം ആരംഭിക്കുന്ന 100 പേരെ എടുക്കാം. 65 വയസ്സാകുമ്പോൾ ആ പുരുഷന്മാർക്ക് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? 25 വയസ്സിൽ ജീവിതം ആരംഭിക്കുന്ന ഈ 100 പേർ തങ്ങൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ പുരുഷന്മാരിൽ ആരോടെങ്കിലും വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ വിജയിക്കണമെന്ന് തന്നെ നിങ്ങളോട് പറയും. കൂടാതെ ജീവിതത്തോടുള്ള ആവേശവും ഉത്സാഹവും കണ്ണുകളിലെ പ്രത്യേക തിളക്കവും ജീവിതയാത്രയിലെ വ്യക്തതയും അവരിൽ കാണാൻ കഴിയുമെന്ന് മാത്രമല്ല, ജീവിതത്തെ അവർ രസകരമായ ഒരു സാഹസികതയായി കാണുന്നുവെന്നും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ 65 വയസ്സാകുമ്പോഴേക്കും ഈ 100 പേരിൽ ഒരാൾ മാത്രമേ സമ്പന്നനാകൂ. 4 പേർ സാമ്പത്തികമായി സ്വതന്ത്രരായിരിക്കും. 5 പേർ ഇപ്പോഴും ജോലിയിൽ തുടരും. 54 പേർ ഒരു പ്രയോജനവും ഇല്ലാതെ പരാജയപ്പെട്ടു പോകുകയും ചെയ്യും. ഇനി ഒരു നിമിഷം ചിന്തിക്കുക. ഈ 100 പേരിൽ 5 പേർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് അഥവാ ഗ്രേഡ് നേടുന്നത്. എന്തുകൊണ്ടാണ് പലരും പരാജയപ്പെടുന്നത്? അവർക്ക് 25 വയസ്സുള്ളപ്പോൾ ഉണ്ടായിരുന്ന ഉത്സാഹത്തിന് എന്ത് സംഭവിച്ചു? അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പദ്ധതികളും എന്തായി? കൂടാതെ ഈ ആളുകൾ ചെയ്യാൻ ഉദ്ദേശിച്ചതും അവർ യഥാർത്ഥത്തിൽ നേടിയതും തമ്മിൽ ഇത്ര വലിയ അന്തരം ഉള്ളത് എന്തുകൊണ്ട്? 5% വിജയം കൈവരിക്കുമെന്ന് പറയുമ്പോൾ വിജയത്തെ നമ്മൾ നിർവചിക്കേണ്ടതുണ്ട്. എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞതിൽ ഏറ്റവും മികച്ച നിർവചനം ഇതാണ്: വിജയം എന്നത് ഉചിതമായ ഒരു ആദർശത്തിന്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ്. ഒരു മനുഷ്യൻ മുൻകൂട്ടി നിശ്ചയിച്ച് ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയും അവൻ എവിടേക്കാണ് പോകുന്നുവെന്ന് അറിയുകയും ചെയ്യുന്നുവെങ്കിൽ ആ മനുഷ്യൻ ഒരു വിജയമാണ്. അവനത് ചെയ്തില്ലെങ്കിൽ അവനൊരു പരാജയമാണ്. വിഖ്യാത മനഃശാസ്ത്രജ്ഞനായ റോളോ മേ മെയിൻ സെർച്ച് ഫോർ ഹിംസെൽഫ് എന്ന തന്റെ പ്രസിദ്ധമായ പുസ്തകത്തിൽ പറയുന്നു, നമ്മുടെ സമൂഹത്തിലെ ധൈര്യത്തിന്റെ വിപരീതം ധീരത്വമല്ല, അത് അനുരൂപമാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്, അത് അനുരൂപമാണ്. ആളുകൾ എന്തിനെന്നറിയാതെ അല്ലെങ്കിൽ എവിടേക്കാണ് പോകുന്നതെന്നറിയാതെ മറ്റുള്ളവരെ പോലെ പെരുമാറുന്നു. ഇനി ഒന്ന് ചിന്തിക്കുക. 65 വയസ്സും അതിൽ കൂടുതലുമുള്ള 40 ദശലക്ഷത്തിലധികം ആളുകളുണ്ട്. ഇവരിൽ 30 ദശലക്ഷം ജീവിതങ്ങളും പരാജയപ്പെടുന്നു. ജീവിത ആവശ്യങ്ങൾക്കായി അവർ മറ്റൊരാളെ ആശ്രയിക്കുന്നു. സാധാരണയായി 7-ാം വയസ്സിൽ നമ്മൾ വായിക്കാൻ പഠിക്കുന്നു. നമുക്ക് 25 വയസ്സാകുമ്പോഴേക്കും ജീവിക്കാൻ പഠിക്കുന്നു. സാധാരണയായി അപ്പോഴും ഉപജീവനം മാത്രമല്ല, ഒരു കുടുംബത്തെ അവർ പോറ്റുക കൂടി ചെയ്യുന്നു. എന്നിട്ടും 65 വയസ്സായപ്പോഴേക്കും എങ്ങനെ സാമ്പത്തികമായി സ്വതന്ത്രരാകണമെന്ന് അവർ പഠിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ജനങ്ങൾ പൊരുത്തപ്പെടുന്നതാണ് ഇതിന് കാരണം. കുഴപ്പം എന്തെന്നാൽ നമ്മളിൽ ഭൂരിഭാഗവും തെറ്റായ ശതമാനം ഗ്രൂപ്പിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് വിജയിക്കാത്ത 95 പേർ. എന്തുകൊണ്ടാണ് ഈ ആളുകൾ പൊരുത്തപ്പെടുന്നത്? എന്തുകൊണ്ടെന്ന് അവർക്ക് തന്നെ ശരിക്കും അറിയില്ല. തങ്ങളുടെ ജീവിതം സാഹചര്യങ്ങളാൽ രൂപപ്പെട്ടതാണെന്ന് ഈ ആളുകൾ വിശ്വസിക്കുന്നു. ബാഹ്യശക്തികളാൽ അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതിനാൽ അവർ ബാഹ്യ സംവിധാനത്തിലുള്ള വ്യക്തികൾ തന്നെയാണ്. ഒരിക്കൽ ജോലിയുള്ള പുരുഷന്മാരെയും ജോലിയില്ലാത്ത പുരുഷന്മാരെയും ഒരു സർവേ നടത്തപ്പെട്ടു. അതിൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ജോലി ചെയ്യുന്നത്? എന്തിനാ രാവിലെ എഴുന്നേൽക്കുന്നത്? 20-ൽ 19 പേർക്കും ഉത്തരം അറിയില്ലായിരുന്നു. അവരോട് ചോദിച്ചാൽ അവർ പറയും, എല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നു, അതുകൊണ്ട് ഞാനും പോകുന്നു. ഇനി നമുക്ക് വിജയത്തിന്റെ നിർവചനത്തിലേക്ക് മടങ്ങാം. ആരാണ് വിജയിക്കുന്നത്?
ഉചിതമായ ഒരു ലക്ഷ്യം ക്രമാനുഗതമായി സാക്ഷാത്കരിക്കുന്ന മനുഷ്യൻ മാത്രമാണ് വിജയിക്കുന്നത്. ഞാൻ ഇതായി തീരാൻ പോകുന്നു എന്ന് പറയുന്ന വ്യക്തിയാണ് തുടർന്ന് ആ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. വിജയിച്ച ആളുകൾ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. സ്കൂളിൽ പഠിപ്പിക്കുന്ന സ്കൂൾ ടീച്ചർ ഒരു വിജയി തന്നെയാണ്. കാരണം അവരത് നന്നായി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്ത്രീ ഭാര്യയും അമ്മയുമാകാൻ ആഗ്രഹിക്കുകയും അത് നന്നായി ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്ത്രീ ഒരു വിജയം തന്നെയാണ്. സ്വന്തം കമ്പനി തുടങ്ങുന്ന ഒരു സംരംഭകൻ ഒരു വിജയി തന്നെയാണ്. കാരണം അത് അവരുടെ സ്വപ്നമായിരുന്നു. അതാണ് അവർ ചെയ്യാൻ ആഗ്രഹിച്ചത്. ഒരു മികച്ച വിൽപ്പനക്കാരനാകാനും അവന്റെ അല്ലെങ്കിൽ അവളുടെ സ്ഥാപനത്തിനുള്ളിൽ വളരാനും കെട്ടിപ്പടുക്കാനും ആഗ്രഹിക്കുന്ന ആൾ വിജയം തന്നെയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച ജോലി തുടരുന്ന ഏതൊരാളും വിജയം തന്നെയാണ്. കാരണം അതാണ് അവൻ അല്ലെങ്കിൽ അവൾ ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ 20-ൽ ഒരാൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സ്വയം ചെയ്തില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു മത്സരവും ഇല്ല എന്ന് പറയുന്നത്. പരസ്പരം മത്സരിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് സൃഷ്ടിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, 20 വർഷമായ ഒരു മനുഷ്യന് എന്ത് സംഭവിക്കുമെന്ന് നിർണയിക്കുന്ന താക്കോൽ ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ഒരു താക്കോൽ ഉണ്ടായിരുന്നോ? എനിക്ക് അറിയാൻ അത് ആഗ്രഹമുണ്ടായിരുന്നു. അത് നമ്മുടെ ഭാവിയെ ഒരു വലിയ പരിധി വരെ പ്രവചിക്കാൻ കഴിയുന്ന ഒരു വാഗ്ദാനമാക്കും. ഒരു വ്യക്തിക്ക് അതിനെക്കുറിച്ച് അറിയുകയും അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുകയും ചെയ്താൽ അവന്റെ വിജയത്തിന് ഉറപ്പ് നൽകുന്ന ഒരു താക്കോൽ ഉണ്ടായിരുന്നോ? ശരി, അത്തരമൊരു താക്കോൽ ഉണ്ട്. ഞാനത് കണ്ടെത്തി. എന്തിന് ഇത്രയധികം ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടും ഒന്നും നേടാതെ പോകുന്നതും എന്തുകൊണ്ടാണെന്നും കഠിനാധ്വാനം ചെയ്യാതെ തന്നെ ചിലർ എല്ലാം നേടിയത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അവർക്കൊരു മാന്ത്രിക സ്പർശമുണ്ട്. ചിലരെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലേ, അവൻ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്നു എന്ന്. വിജയിച്ച ഒരു മനുഷ്യൻ തുടർച്ചയായി വിജയിക്കുന്നതും മറുവശത്ത് പരാജയപ്പെടുന്ന ഒരു മനുഷ്യൻ തുടർച്ചയായി പരാജയപ്പെടുന്നതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം വിജയിക്കുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. നമ്മളിൽ ചിലർക്ക് ആ ലക്ഷ്യമുണ്ട്, ചിലർക്ക് അത് ഇല്ല. ലക്ഷ്യങ്ങളുള്ള ആളുകൾ വിജയിക്കുന്നു. കാരണം അവർ എവിടേക്കാണ് പോകുന്നതെന്ന് അവർക്കറിയാം. അത് വളരെ ലളിതമാണ്. ഉദാഹരണത്തിന്, ഒരു തുറമുഖം വിട്ടു പോകുന്ന ഒരു കപ്പലിനെ കുറിച്ച് ചിന്തിക്കുക. പൂർണ്ണമായും യാത്ര മാപ്പ് ചെയ്ത് ആസൂത്രണം ചെയ്യുക. കപ്പൽ എവിടേക്കാണ് പോകുന്നതെന്നും എത്ര സമയം എടുക്കുന്നും ക്യാപ്റ്റനും ക്രൂവിനും കൃത്യമായി അറിയാം. അതിനൊരു നിശ്ചിത ലക്ഷ്യമുണ്ട്. 100-ൽ 99% അത് എത്തേണ്ടിടത്ത് തന്നെ എത്തും. ഇനി നമുക്ക് മറ്റൊരു കപ്പൽ എടുക്കാം. ആദ്യത്തേതുപോലെ അതിലൊരു ക്രൂവിനെയോ ഒരു ക്യാപ്റ്റനെയോ നയിക്കുന്നില്ല. അതിന് ലക്ഷ്യസ്ഥാനമോ മാർഗനിർദ്ദേശമോ ഇല്ല. അത് തുറമുഖത്ത് നിന്ന് പുറത്തു പോയാൽ അത് എവിടെയെങ്കിലും മുങ്ങുകയോ അല്ലെങ്കിൽ വിജനമായ ഏതെങ്കിലും കടൽ തീരത്ത് കാറ്റടിച്ച് വീഴുകയോ ചെയ്യുമെന്ന് നിങ്ങൾ എന്നോട് യോജിക്കുമെന്ന് ഞാൻ കരുതുന്നു. ലക്ഷ്യസ്ഥാനവും മാർഗനിർദ്ദേശവും ഇല്ലാത്തതിനാൽ അതിന് എവിടെയും പോകാൻ കഴിയില്ല. മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. ഉദാഹരണത്തിന്, ഒരു സെയിൽസ്മാനെ എടുക്കുക. ഒരു നല്ല സെയിൽസ്മാനെ പോലെ ഭാവിയുള്ള മറ്റൊരു വ്യക്തി ഇന്ന് ലോകത്തിലില്ല. നിങ്ങൾ അതിൽ മിടുക്കനാണെങ്കിൽ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാമെങ്കിൽ, ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം ലഭിക്കുന്ന തൊഴിലാണ് സെല്ലിംഗ് അഥവാ വിൽപ്പന. എല്ലാ കമ്പനികൾക്കും മികച്ച വിൽപ്പനക്കാരെ ആവശ്യമുണ്ട്. അവർ ആ ആളുകൾക്ക് പ്രതിഫലം നൽകുന്നു. ആകാശം തന്നെ അവരുടെ പരിധി എന്ന് പറയാം. എന്നാൽ നിങ്ങൾക്ക് എത്ര പേരെ ഇങ്ങനെ കണ്ടെത്താൻ കഴിയും? ആരോ ഒരിക്കൽ പറഞ്ഞു, മനുഷ്യരാശി സ്ഥിരതയുള്ളതാണെന്നാണ്. ശക്തരെ ജയിക്കുന്നതിൽ നിന്നോ ദുർബലരെ പരാജയപ്പെടുത്തുന്നതിൽ നിന്നോ തടയുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ജീവിക്കാൻ വളരെ എളുപ്പമായത്. ഇന്ന് ജീവിക്കാനും കുടുംബത്തെ പോറ്റാനും പ്രത്യേകിച്ച് തലച്ചോറോ കഴിവുകളോ ആവശ്യമില്ല. അതിനാൽ ഒരു വ്യക്തി അന്വേഷിക്കുന്നത് സുരക്ഷിതത്വമാണെങ്കിൽ നമുക്ക് സുരക്ഷ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പീഠഭൂമിയുണ്ട്. എന്നാൽ ഈ പീഠഭൂമിക്ക് മുകളിൽ എത്ര ഉയരത്തിലാണ് നാം ലക്ഷ്യം വെക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. വിചിത്രമായ രഹസ്യം. ഇനി നമുക്കിത് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യത്തിലേക്ക് മടങ്ങാം. എന്തുകൊണ്ടാണ് ലക്ഷ്യങ്ങളുള്ള മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കുന്നത്, അതില്ലാത്തവർ പരാജയപ്പെടുന്നത്? ശരി, ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തെ ഉടനടി മാറ്റിമറിക്കും. ഈ നിമിഷം മുതൽ ഞാൻ നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നത് നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതം ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ല. ഭാഗ്യം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നതായി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ക്രമമായി സംഭവിക്കുകയും ഇപ്പോൾ മുതൽ പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഒരുപക്ഷെ നേരത്തെ അനുഭവിച്ചിരുന്ന ഉത്കണ്ഠയോ ആശങ്കയോ ഉണ്ടാകില്ല. ഭയവും സംശയവും കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ മാത്രമായിരിക്കും.
ഇതാ വിജയത്തിലേക്കുള്ള താക്കോൽ, പരാജയത്തിലേക്കുള്ളത്. നാം എന്ത് ചിന്തിക്കുന്നുവോ അതായി തീരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, നാം എന്ത് ചിന്തിക്കുന്നുവോ അതായി തീരുന്നു. ചരിത്രത്തിലുടനീളം മഹാനായ ജ്ഞാനികളും അധ്യാപകരും പ്രവാചകന്മാരും തത്വചിന്തകരും പല കാര്യങ്ങളിൽ പരസ്പരം വിയോജിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് അവർ സമ്പൂർണവും ഏകകണ്ഠവുമായ യോജിപ്പിൽ നിൽക്കുന്നത്. വിജയത്തിലേക്കുള്ള താക്കോലും പരാജയത്തിന്റെ താക്കോലും ഇത് തന്നെയാണ്. നാം എന്ത് ചിന്തിക്കുന്നുവോ അതായി തീരുന്നു. മഹാനായ റോമൻ ചക്രവർത്തി മാർക്കസ് ഔറേലിയസ് പറഞ്ഞത് ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതം അവന്റെ ചിന്തകൾ ഉണ്ടാക്കുന്നതാണ്. ബെഞ്ചമിൻ ഡിസ്രേലി പറഞ്ഞു, ഒരു മനുഷ്യൻ കാത്തിരുന്നാൽ മാത്രമേ എല്ലാം അവനിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. നീണ്ട ധ്യാനത്തിന് ശേഷം എനിക്ക് മനസ്സിലായത്, നിശ്ചിത ലക്ഷ്യമുള്ള ഒരു മനുഷ്യൻ അത് തീർച്ചയായും നിറവേറ്റും എന്നുള്ളതാണ്. അത് പൂർത്തിയാക്കാനായിട്ടുള്ള ആഗ്രഹത്തെ യാതൊന്നിനും തടയുവാൻ കഴിയില്ല. റാൽഫ് വീഡോ എമേഴ്സൺ പറഞ്ഞു, ഒരു മനുഷ്യൻ ദിവസവും മുഴുവൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അവൻ. വില്യം ജെയിംസ് പറഞ്ഞു, എന്റെ തലമുറയുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം മനുഷ്യർക്ക് അവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവരുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും എന്നതാണ്. അദ്ദേഹം ഇതുകൂടി പറയുന്നു, നിങ്ങൾ ഒരു ഫലത്തിനായി മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് തീർച്ചയായും ലഭിക്കും. നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമ്പന്നനാകും. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കും. നിങ്ങൾ നന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നാകുക തന്നെ ചെയ്യും. നൂറുകണക്കിന് കാര്യങ്ങൾ ഒരേ സമയം ചിന്തിക്കാതെ ലഭിക്കേണ്ട കാര്യങ്ങൾ മാത്രം ആഗ്രഹിക്കുക. ബൈബിളിൽ നിങ്ങൾ മാർക്കസ് 9:23 വായിക്കും, വിശ്വാസത്തിന് സകലതും സാധ്യമാണ്. ഇത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നിയമങ്ങളിൽ ഒന്നാണ്. വളരെ ചെറുപ്പത്തിൽ ഞാനത് കണ്ടെത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ വളരെ കാലം കഴിഞ്ഞാണ് അത് എന്റെ മനസ്സിലേക്ക് വന്നത്. ദൈവവുമായുള്ള എന്റെ ബന്ധത്തിൽ നിന്ന് പുറത്തുള്ള ഏറ്റവും വലിയ കണ്ടെത്തലുകളിൽ ഒന്നായി ഞാൻ ഇതിനെ കാണുന്നു. ദൈവവുമായുള്ള എന്റെ ബന്ധത്തിന് പുറത്തുള്ള ഏറ്റവും വലിയ കണ്ടെത്തലുകളിൽ ഒന്നായി ഞാൻ ഇതിനെ കാണുന്നു. ആ മഹത്തായ നിയമം ചുരുക്കത്തിലും ലളിതമായും പ്രസ്താവിക്കുന്നത് ഇതാണ്: നിങ്ങൾ നെഗറ്റീവ് രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ഫലങ്ങൾ ലഭിക്കും. നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ കൈവരിക്കും. ആ ലളിതമായ വസ്തുത ഐശ്വര്യത്തിന്റെയും വിജയത്തിന്റെയും അതിശയിപ്പിക്കുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനമാണ് എന്ന് അദ്ദേഹം തുടർന്നു പറഞ്ഞു. രണ്ടു വാക്കുകളിൽ പറഞ്ഞാൽ, വിശ്വസിക്കുക, വിജയിക്കുക. വില്യം ഷേക്സ്പിയർ ഇപ്രകാരം പറഞ്ഞു, നമ്മുടെ സംശയങ്ങൾ പലപ്പോഴും രാജ്യദ്രോഹികളാണ്. വിജയം നേടാനായിരുന്നവ ഭയം കൊണ്ട് പരാജയപ്പെടുന്നു. ജോർജ് ബെർണാഡ് ഷാ പറഞ്ഞു, ആളുകൾ എപ്പോഴും അവരുടെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ സാഹചര്യങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഈ ലോകത്ത് മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ ആളുകൾ ഉണർന്ന് അവർ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങൾ അന്വേഷിക്കുന്ന ആളുകളാണ്. അവർക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സൃഷ്ടിക്കുന്നവരുമാണ്. ഇത് വളരെ വ്യക്തമാണല്ലേ? ഇത് കണ്ടെത്തിയ ഓരോ വ്യക്തിയും കുറച്ചു സമയത്തേക്ക് ഇത് ആദ്യം കണ്ടെത്തിയതും ഉപയോഗിച്ചതും താനാണെന്ന് വിശ്വസിച്ചു. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി മാറുന്നു. മറിച്ച് ലക്ഷ്യമില്ലാതെ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാത്ത മനുഷ്യന് അവന്റെ ചിന്തകളിൽ എപ്പോഴും ആശയക്കുഴപ്പം, ഉത്കണ്ഠ, ഭയം എന്നിവ നിറഞ്ഞതായിരിക്കും. പിന്നെ അവൻ ഒന്നും ചിന്തിച്ചില്ലെങ്കിലോ അവൻ ഒന്നുമല്ലാതായി തീരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ ആയിത്തീരുന്നത്? നമുക്ക് അറിയാവുന്നിടത്തോളം ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാം. മനുഷ്യ മനസ്സിന് സമാന്തരമായ ഒരു സാഹചര്യത്തെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കർഷകന് കുറച്ച് ഭൂമി ഉണ്ടെന്ന് കരുതുക. അത് നല്ല ഫലഭൂയിഷ്ഠമായ ഭൂമിയാണ്. ഈ ഭൂമി കർഷകൻ ഒരു തിരഞ്ഞെടുപ്പ് നൽകുന്നു. അവൻ തിരഞ്ഞെടുക്കുന്നത് എന്തും ആ ഭൂമിയിൽ നടാം. ഭൂമി അത് ശ്രദ്ധിക്കുന്നേയില്ല. തീരുമാനമെടുക്കേണ്ടത് കർഷകനാണ്. ഇപ്പോൾ ഓർക്കുക, നമ്മൾ മനുഷ്യ മനസ്സിനെ കർഷകരുടെ ഭൂമിയോടാണ് താരതമ്യം ചെയ്യുന്നത്. കാരണം ഭൂമിയെ പോലെ മനസ്സും നിങ്ങൾ അതിൽ നടുന്നത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ നടുന്നത് അത് തിരികെ നൽകും. നിങ്ങൾ നടുന്നത് എന്താണ് എന്ന് പോലും അത് കാര്യമാക്കുന്നില്ല. കർഷകന്റെ കയ്യിൽ 2 വിത്തുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. ഒന്ന് ധാന്യം, മറ്റൊന്ന് മാരകമായ വിഷം. അവൻ ഭൂമിയിൽ 2 ചെറിയ ദ്വാരങ്ങൾ കുഴിച്ച് 2 വിത്തുകൾ അവയിൽ നടുന്നു. 2 കുഴികളും മൂടി വെള്ളമൊഴിച്ചു ഭൂമിയെ പരിപാലിക്കുന്നു. എന്ത് സംഭവിക്കും? ഒരു മാറ്റവുമില്ല. നട്ടത് ഭൂമി തിരികെ നൽകും. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ നീ വിതച്ചതുപോലെ തന്നെ കൊയ്യും. ഓർക്കുക,
ഭൂമി അത് ശ്രദ്ധിക്കുന്നില്ല. അത് ധാന്യം പോലെ തന്നെ അത്ഭുതകരമായി സമൃദ്ധിയിൽ വിഷവും തിരികെ നൽകും. ഇങ്ങനെ രണ്ട് ചെടികൾ ഉയർന്നു വരുന്നു, ഒന്ന് ധാന്യം, മറ്റൊന്ന് വിഷം. മനുഷ്യ മനസ്സിന് ഭൂമിയേക്കാൾ വളരെ ഫലഭൂയിഷ്ടവും അവിശ്വസനീയവും നിഗൂഢവുമാണ്. പക്ഷെ അത് അതേ രീതിയിൽ പ്രവർത്തിക്കുന്നു. നമ്മൾ എന്താണ് നടന്നത് അഥവാ വിതയ്ക്കുന്നത്, വിജയമോ പരാജയമോ അത് കാര്യമാക്കുന്നില്ല. ഒരു മൂർത്തമായ മൂല്യവത്തായ ലക്ഷ്യം അല്ലെങ്കിൽ ആശയക്കുഴപ്പം, തെറ്റിദ്ധാരണ, ഭയം, ഉത്കണ്ഠ തുടങ്ങിയവ, അങ്ങനെ എന്തും. എന്നാൽ നമ്മൾ നട്ടുപിടിക്കുന്നത് നമ്മളിലേക്ക് തിരികെ വരണം. ഭൂമിയിലെ പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത അവസാനത്തെ വലിയ ഭൂഖണ്ഡമാണ് മനുഷ്യ മനസ്സ്. നമ്മുടെ വന്യമായ സ്വപ്നങ്ങൾക്കപ്പുറമുള്ള സമ്പത്ത് അതിൽ അടങ്ങിയിരിക്കുന്നു. നാം നടാൻ ആഗ്രഹിക്കുന്നത് എന്ത് അത് തിരികെ നൽകും. അതിനാൽ നിങ്ങൾ ചോദിക്കും, ഇത് ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ അവരുടെ മനസ്സ് കൂടുതൽ ഉപയോഗിക്കാത്തത്? അതിനുള്ള ഉത്തരം ഇതാണ്: നമ്മുടെ മനസ്സ് ജനന സമയത്ത് സാധാരണ ഒരു ഉപകരണമായി വരുന്നു എന്നതാണ് പ്രശ്നം. ഇത് സൗജന്യമാണ്. കൂടാതെ നമുക്ക് വെറുതെ കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ വില കുറച്ചു കൊടുക്കുന്നു. നമ്മൾ പണം കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ വില മതിക്കുന്നു. എന്നാൽ നേരെ വിപരീതമാണ് ശരി എന്നതാണ് വിരോധാഭാസം. നമ്മളുടെ മനസ്സ്, ആത്മാവ്, ശരീരം, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, അഭിലാഷങ്ങൾ, ബുദ്ധി, കുടുംബത്തോടും കുട്ടികളോടും സുഹൃത്തുക്കളോടും രാജ്യത്തോടുമുള്ള സ്നേഹം, ജീവിതത്തിൽ ശരിക്കും മൂല്യവത്തായതെല്ലാം നമുക്ക് സൗജന്യമായി വന്നവയാണ്. ഈ അമൂല്യമായ സ്വത്തുക്കളെല്ലാം സൗജന്യമാണ്. എന്നാൽ പണം ചിലവാക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ വളരെ വില കുറഞ്ഞതും എപ്പോൾ വേണമെങ്കിലും മാറ്റി സ്ഥാപിക്കാവുന്നതുമാണ്. ഒരു മനുഷ്യൻ പൂർണ്ണമായും തുണച്ചു നീക്കപ്പെടുകയും മറ്റൊരു ഭാഗ്യം ഉണ്ടാക്കുകയും ചെയ്യാം. അയാൾക്ക് അത് പലതവണ ചെയ്യാനും കഴിയും. നമ്മുടെ വീട് കത്തി നശിച്ചാലും നമുക്കത് പുനർനിർമ്മിക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് വെറുതെ കിട്ടുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല. മനുഷ്യ മനസ്സ് ഉപയോഗപ്പെടുന്നില്ല. കാരണം നമ്മൾ അതിനെ നിസ്സാരമായി കാണുന്നു. നമ്മളെ ഏൽപ്പിക്കുന്ന ഏത് തരത്തിലുള്ള ജോലിയും ഇതിന് ചെയ്യാൻ കഴിയും. എന്നാൽ പൊതുവായി പറഞ്ഞാൽ വലിയ പ്രധാനപ്പെട്ട ജോലികൾക്ക് പകരം ചെറിയ ജോലികൾക്കായി നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നു. നമ്മളിൽ ഭൂരിഭാഗവും നമ്മുടെ കഴിവിന്റെ 10% അല്ലെങ്കിൽ അതിൽ താഴെയാണ് പ്രവർത്തിക്കുന്നതെന്ന് സർവകലാശാലകൾ തെളിയിച്ചിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ തീരുമാനിക്കുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യം മനസ്സിൽ സ്ഥാപിക്കുക. നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിലും നിങ്ങൾ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നാണിത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് മികച്ചൊരു വിൽപ്പനക്കാരനാകാൻ ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ പ്രത്യേക ജോലിയിൽ മികവ് പുലർത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കമ്പനിയിലെ സ്ഥലങ്ങളിൽ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ടത് ആ വിത്ത് നിങ്ങളുടെ മനസ്സിൽ നട്ടുപിടിപ്പിക്കുക, പരിപാലിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിനായി സ്ഥിരമായി പ്രവർത്തിക്കുക. അത് യാഥാർത്ഥ്യമാകും. അത് സംഭവിക്കുമെന്ന് മാത്രമല്ല, സംഭവിക്കാതിരിക്കാൻ യാതൊരു വഴിയുമില്ല. നോക്കൂ, സർ ഐസക് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി താഴേക്ക് ചാടുകയാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും താഴേക്ക് തന്നെ പോകും. ഒരിക്കലും നിങ്ങൾ മുകളിലേക്ക് പോകില്ല. കൂടാതെ പ്രകൃതിയുടെ മറ്റെല്ലാ നിയമങ്ങളിലും ഇത് സമാനമാണ്. അവ എപ്പോഴും ഫലം കായ്ക്കുന്നു, അവ എപ്പോഴും പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ശാന്തവും പോസിറ്റീവുമായ രീതിയിൽ ചിന്തിക്കുക. ഈ ലക്ഷ്യം ഇതിനോടകം നേടിയതായി നിങ്ങളുടെ മനസ്സിന്റെ കണ്ണിൽ സ്വയം ചിത്രീകരിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യുന്നതായി ദൃശ്യവൽക്കരിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ എവിടെ നയിക്കും? വൈദ്യശാസ്ത്ര ഗവേഷണം നമ്മെ നല്ല ആരോഗ്യത്തിന്റെയും ദീർഘായുസിന്റെയും ഒരു പുതിയ പീഠഭൂമിയിലേക്ക് ഉയർത്തിയ ഒരു കാലഘട്ടത്തിൽ നമ്മുടേത് ഫിനോബാർബിറ്റൽ യുഗം എന്നാണ് വിളിക്കപ്പെടുന്നത്. അൾസറുകളുടെയും നാഡീ തകരാറുകളുടെയും യുഗം. നമുക്കായി പരിപാലിക്കുന്ന ചില മഹത്തായ നിയമങ്ങൾ പഠിക്കാതെ നമ്മുടെ സ്വന്തം ചെറിയ വ്യക്തിപരമായ വഴികളിലെ കാര്യങ്ങൾക്കൊപ്പം നാം നമ്മുടെ മനസ്സിനെ നീക്കുന്നു. നമ്മുടെ ശീലിച്ച ചിന്താഗതിയിലൂടെ ഈ കാര്യങ്ങൾ നാം സ്വയം കൊണ്ടുവരുന്നു. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്വന്തം ചിന്തകളുടെ ആകെ തുകയാണ്. നമ്മൾ ഓരോരുത്തരും ഭാവിയിൽ നമ്മുടെ ചിന്തകളുടെ ഫലത്തിൽ നിന്ന് ജീവിക്കണം. കാരണം ഇതാണ്: ഇന്നും നാളെയും അടുത്ത മാസവും അടുത്ത വർഷവും നിങ്ങളുടെ ജീവിതം രൂപപ്പെടുമെന്നും നിങ്ങളുടെ ഭാവി നിർണയിക്കുമെന്നും നിങ്ങൾ കരുതുന്നു. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ നയിക്കുന്നത്. ഒരിക്കൽ ഞാൻ കിഴക്കൻ അരിസോണയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ ഭീമാകാരമായ ഭൂമി ചലിപ്പിക്കുന്ന രീതിയിൽ ഒരു യന്ത്രങ്ങളിലൊന്ന് മണിക്കൂറിൽ 35 മൈൽ വേഗതയിൽ റോഡിലൂടെ പോകുന്നത് ഞാൻ കണ്ടു. അതിൽ 30 ടൺ അഴുക്ക് പോലെ എന്തോ കാണപ്പെടുകയും ചെയ്തു. ഒരു ഭീമാകാരമായ അവിശ്വസനീയമായ യന്ത്രം, ഒരു ചെറിയ മനുഷ്യൻ അതിന്റെ മുകളിൽ കയറി
അവന്റെ കൈകളിൽ സ്റ്റിയറിംഗ് പിടിച്ച് അതിനെ നയിക്കുന്നു. വണ്ടി ഓടിക്കുമ്പോൾ ആ യന്ത്രത്തിന്റെ മനുഷ്യനുമായുള്ള സാമ്യം എന്നെ ഞെട്ടിച്ചു. മനസ്സ്, ഇത്രയും വലിയ ഊർജ സ്രോതസ്സിന്റെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് കരുതുക. നിങ്ങൾ ഇരുന്ന് കൈകൾ മടക്കി അതിനെ ഒരു കുഴിയിലേക്ക് ഓടിക്കാൻ പോകുകയാണോ, അതോ നിങ്ങൾ രണ്ട് കൈകളും സ്റ്റിയറിംഗിൽ മുറുകെ പിടിക്കുകയും നിയന്ത്രിക്കുകയും ഈ ശക്തിയെ ഒരു നിർദ്ദിഷ്ട മൂല്യവത്തായ ഉദ്ദേശത്തിലേക്ക് നയിക്കുകയും ചെയ്യുകയാണോ? ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ ഡ്രൈവർ സീറ്റിലാണ്. നിങ്ങൾ നോക്കൂ, നമുക്ക് വിജയം നൽകുന്ന നിയമം തന്നെ ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. നമ്മളുടെ ചിന്തയെ നിയന്ത്രിക്കണം. വിജയം, സമ്പത്ത്, സന്തോഷം, തങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി അവൻ സ്വപ്നം കണ്ട എല്ലാ കാര്യങ്ങളുടെയും ജീവിതത്തിലേക്ക് ആളുകളെ നയിക്കാൻ കഴിയുന്ന അതേ നിയമം തന്നെ അവനെ കുഴിയിലേക്കും നയിക്കും. ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് എല്ലാം. ഇതാണ് ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യം. എന്തുകൊണ്ടാണ് ഞാനിത് വിചിത്രം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇതിനെ രഹസ്യം എന്ന് വിളിക്കുന്നത്? വാസ്തവത്തിൽ ഇതൊരു രഹസ്യമേ അല്ല. ആദ്യകാല ജ്ഞാനികളിൽ ചിലരാണ് ഇത് ആദ്യം പ്രഖ്യാപിച്ചത്. അത് ബൈബിളിലുടനീളം വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ വളരെ കുറച്ചു പേർ മാത്രമേ അത് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് വിചിത്രമായത്. ചില വിചിത്രമായ കാരണങ്ങളാൽ ഇത് ഫലത്തിൽ ഒരു രഹസ്യമായി തുടരുന്നു. നിങ്ങൾ പുറത്തുപോയി നിങ്ങളുടെ പട്ടണത്തിലെ പ്രധാന തെരുവിലൂടെ നടന്ന് വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് ഒന്നിനു പുറകെ ഒന്നായി ചോദിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളോട് പറയാൻ കഴിയുന്ന ഒരാളുമായിട്ടും ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. ഈ വിവരങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കുകയും പ്രയോഗിക്കുകയും ചെയ്താൽ ഇത് നമ്മുടെ സ്വന്തം ജീവിതത്തിന് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവരുടെയും നമ്മളുടെ കുടുംബങ്ങളുടെയും ജോലിക്കാരുടെയും സഹകാരികളുടെയും സുഹൃത്തുക്കളുടെയും ജീവിതത്തിന് തന്നെ വിലപ്പെട്ട ഒന്നായി മാറും. ജീവിതം ഒരു ആവേശകരമായ സാഹസികത ആയിരിക്കണം. അതൊരിക്കലും വിരസമായിരിക്കരുത്. ഒരു വ്യക്തി പൂർണ്ണമായും ജീവിക്കണം. റോഡോ ഡെയിലി എന്ന ദിനപത്രത്തിന്റെ ചീഫ് എഡിറ്ററായ ഗ്രോവ് പാറ്റേഴ്സൺ ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, വർഷങ്ങളായുള്ള എന്റെ പത്രവ്യാപാരം എന്നെ പല കാര്യങ്ങളും ബോധ്യപ്പെടുത്തി. ആളുകൾ അടിസ്ഥാനപരമായി നല്ലവരാണെന്നും നാം എവിടെ നിന്നോ വന്നവരും നാം എവിടേക്കോ പോകുന്നതാണെന്നും അതുകൊണ്ട് നാം ഇവിടെയുള്ള സമയം ഒരു ആവേശകരമായ സാഹസികത ആക്കണം. പ്രപഞ്ചശില്പി എവിടെയും നയിക്കുന്ന ഒരു ഗോവണി പണിതിട്ടില്ല. എല്ലാവരുടെയും ഏറ്റവും വലിയ ഗുരു ഗലീലി സമതലത്തിൽ നിന്നുള്ള ആ മരപ്പണിക്കാരൻ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും രഹസ്യം നൽകി. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ആയിത്തീരുന്നു. ഏറ്റവും വിചിത്രമായ രഹസ്യത്തിന്റെ 30 ദിവസത്തെ പദ്ധതി നമുക്ക് തയ്യാറാക്കാം. ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യവും അത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. ഈ രഹസ്യം ഒരു പ്രായോഗിക പരീക്ഷണത്തിന് വിധേയമാക്കുന്നതിലൂടെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ സാധ്യമായ ഭീമമായ വരുമാനം നിങ്ങൾക്ക് എങ്ങനെ നേടിയെടുക്കാമെന്ന് ഇപ്പോൾ ഞാൻ വിശദീകരിക്കാം. നിങ്ങൾ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശോധന നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് എളുപ്പമായിരിക്കില്ല, പക്ഷെ നിങ്ങൾ ഇത് നന്നായി ശ്രമിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ മികച്ച രീതിയിൽ മാറ്റും. 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞനും പ്രകൃതി തത്വചിന്തകനുമായ സർ ഐസക് ന്യൂട്ടൺ നമുക്ക് ഭൗമശാസ്ത്രത്തിന്റെ സ്വാഭാവിക നിയമങ്ങൾ നൽകി. അത് പ്രപഞ്ചത്തിലെ ശരീരങ്ങളുടെ ചലനത്തെ പോലെ മനുഷ്യർക്കും ബാധകമാണ്. ഈ നിയമങ്ങളിൽ ഒന്ന് ഇതാണ്: എല്ലാ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട്. ലളിതമായി പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്കും എനിക്കും ഇത് ബാധകമാണ്. വില കൊടുക്കാതെ നിങ്ങൾക്ക് ഒന്നും നേടാനാകില്ല എന്നാണ്. നിങ്ങളുടെ 30 ദിവസത്തെ പരീക്ഷണത്തിന്റെ ഫലങ്ങൾ നിങ്ങൾ നടത്തുന്ന പരിശ്രമത്തിന്റെ നേർ അനുപാതത്തിലായിരിക്കും. ഒരു ഡോക്ടറാകാൻ നിങ്ങൾ നീണ്ട വർഷത്തെ കഠിനമായ പഠനത്തിന്റെ വില നൽകണം. നല്ല ജീവിതത്തിന്റെ വഴി വിൽക്കുന്നതിൽ വിജയിക്കുന്നതിന് നാം വില കൊടുക്കാൻ തയ്യാറായിരിക്കണം. ഇപ്പോൾ അതിന്റെ വില എന്താണ്? ശരി, അത് പല കാര്യങ്ങളുണ്ട്. ഒന്നാമതായി വൈകാരികമായും ഭൗതികമായും മനസ്സിലാക്കുക എന്നതാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി മാറുന്നു. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മളുടെ ചിന്തകളെയും നിയന്ത്രിക്കണം. രണ്ടാമതായി അത് മനസ്സിൽ നിന്നും എല്ലാ ചങ്ങലകളെയും അറുത്തു മാറ്റുകയും അത് ദൈവികമായി രൂപകൽപ്പന ചെയ്തതുപോലെ അതിനെ ഉയർത്താൻ നിങ്ങളുടെ മനസ്സിനെ അനുവദിക്കുക. നിങ്ങളുടെ പരിമിതികൾ സ്വയം അടിച്ചേൽപ്പിക്കപ്പെട്ടതാണെന്നും ഇത് നിങ്ങളുടെ വിശ്വാസത്തിന് അതീതവുമാണ്. ഇത് നിങ്ങളുടെ ഇടുങ്ങിയ ചിന്താഗതികൾക്കും മുൻവിധികൾക്കും ഉയരെയാണ്. മൂന്നാമതായി
നിങ്ങളുടെ സ്വന്തം പ്രശ്നത്തെക്കുറിച്ച് ക്രിയാത്മകമായി ചിന്തിക്കാൻ നിങ്ങളെ നിർബന്ധിക്കാൻ നിങ്ങളുടെ എല്ലാ ധൈര്യവും ഉപയോഗിക്കുക. നിങ്ങൾക്കായി ഒരു നിശ്ചിതവും വ്യക്തമായി നിർവചിക്കപ്പെട്ടതുമായ ഒരു ലക്ഷ്യം സജ്ജമാക്കുക. സാധ്യമായ എല്ലാ കോണുകളിൽ നിന്നും നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങളുടെ അത്ഭുതകരമായ മനസ്സിനെ അനുവദിക്കുക. സാധ്യമായ നിരവധി പരിഹാരങ്ങളെക്കുറിച്ച് സ്വതന്ത്രമായി ഊഹിക്കാൻ നിങ്ങളുടെ ഭാവനയെ അനുവദിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണത്തിൽ നിന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ മതിയായ ശക്തമായ സാഹചര്യങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ വിസമ്മതിക്കുക. നിങ്ങൾ നിങ്ങളുടെ വജ്രങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നതെന്ന് ബോധമുണ്ടാക്കാനും ശ്രമിക്കുക. നാലാമത്തേത്, നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ 10% മാറ്റിവെക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി എന്ത് തന്നെ ആയാലും നിങ്ങൾ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതിന് വലിയ സാധ്യതകൾ ഉണ്ടെന്നും ഇത് ഓർക്കുന്നു. നിങ്ങളുടെ 30 ദിവസത്തെ ടെസ്റ്റ് നടത്തുക. നമ്മുടേതായ അത്ഭുതകരമായ ജീവിതം നേടാൻ നമ്മൾ ഓരോരുത്തരും നൽകേണ്ട വിലയിലെ പ്രധാന പോയിന്റുകളിലേക്ക് ഞാൻ വരാം. തീർച്ചയായും ഇത് ഏത് വിലയും അർഹിക്കുന്നു. 1, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായി തീരും. 2, ഭാവന എന്ന വാക്ക് ഓർക്കുക. നിങ്ങളുടെ മനസ്സ് കുതിച്ചുയരാൻ തുടങ്ങുക. 3, എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 4, നിങ്ങൾ സമ്പാദിക്കുന്നതിന്റെ 10% നമ്മൾ മാറ്റിവെക്കുക. 5, നാം അവയിൽ പ്രവർത്തിക്കാത്തിടത്തോളം ആശയങ്ങൾ വില പോകില്ല. ഇപ്പോൾ ഈ ടെസ്റ്റ് നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന 30 ദിവസത്തെ ടെസ്റ്റിന്റെ രൂപരേഖ ഞാൻ പറയാം. എല്ലാവരെയും കുറിച്ച് ഞാൻ പറയാൻ കഴിയുന്ന 2 കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും ആഗ്രഹിക്കുന്നു, ഒപ്പം നമ്മൾ ഓരോരുത്തരും എന്തിനെയോ ഭയപ്പെടുന്നു. അടുത്ത 30 ദിവസത്തേക്ക് ഈ ഘട്ടങ്ങൾ ഓരോന്നും പിന്തുടരുക. ഒന്നാമതായി, മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഒരു കാർഡിൽ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് കൂടുതൽ പണമായേക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കാനോ ഒരു നിശ്ചിത തുക സമ്പാദിക്കാനോ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. അതൊരു മനോഹരമായ വീടായിരിക്കാം, ഇത് നിങ്ങളുടെ ജോലിയിൽ വിജയിച്ചേക്കാം, ഇത് ജീവിതത്തിലെ ഒരു പ്രത്യേക സ്ഥാനമായിരിക്കാം, ഇത് കൂടുതൽ യോജിപ്പുള്ള ഒരു കുടുംബമായിരിക്കാം. ഇങ്ങനെ എന്തും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങളുടെ കാർഡിൽ പ്രത്യേകം എഴുതുക. ഇത് ഒരൊറ്റ ലക്ഷ്യമാണെന്നും വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. നിങ്ങൾ ഇത് ആരെയും കാണിക്കേണ്ടതില്ല. വാസ്തവത്തിൽ പലപ്പോഴും അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാർഡ് നിങ്ങളോടൊപ്പം കൊണ്ടുപോകുക. അതുവഴി നിങ്ങൾക്ക് ദിവസത്തിൽ പലതവണ അത് നോക്കാം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സന്തോഷത്തോടെയും വിശ്രമത്തോടെയും പോസിറ്റീവായി നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുക. പകൽ സമയത്തും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പും നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും നിങ്ങളുടെ കാർഡിൽ എഴുതിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ നോക്കുക. നിങ്ങൾ അത് നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഓർക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനാൽ അത് ഉടൻ നിങ്ങളുടേതാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വാസ്തവത്തിൽ നിങ്ങൾ അത് എഴുതുകയും ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന നിമിഷം അത് ശരിക്കും നിങ്ങളുടേതാണ്. ഇതേക്കുറിച്ച് നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള സമൃദ്ധിയെ നോക്കുക. ഈ സമൃദ്ധിക്ക് ഏതൊരു ജീവജാലത്തെയും പോലെ നിങ്ങൾക്കും അവകാശമുണ്ട്. ചോദിക്കേണ്ടത് നിങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുള്ള ഭാഗത്തേക്ക് വരുന്നു. ബുദ്ധിമുട്ടാണ്, കാരണം ഒരു പുതിയ ശീലത്തിന്റെ രൂപീകരണത്തെ അർത്ഥമാക്കുന്നു. പുതിയ ശീലങ്ങൾ എളുപ്പത്തിൽ രൂപപ്പെടുന്നില്ല. ഒരിക്കൽ രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതം മുഴുവനും നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും. രണ്ടാമതായി, നിങ്ങൾ എന്താണ് ഭയപ്പെടുന്നതെന്ന് ചിന്തിക്കുന്നത് നിർത്തുക. ഓരോ തവണയും നിങ്ങളുടെ ബോധ മനസ്സിൽ ഭയപ്പെടുത്തുന്നതോ നിഷേധാത്മകമായതോ ആയ ചിന്തകൾ വരുമ്പോൾ നിങ്ങളുടെ പോസിറ്റീവും മൂല്യവത്തായ ലക്ഷ്യത്തിന്റെ ഒരു മാനസിക ചിത്രം ഉപയോഗിച്ച് അത് മാറ്റി സ്ഥാപിക്കുക. നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ തോന്നുന്ന സമയങ്ങൾ വരും. പോസിറ്റീവായി ചിന്തിക്കുന്നതിനേക്കാൾ നിഷേധാത്മകമായി ചിന്തിക്കാൻ ഒരു മനുഷ്യന് എളുപ്പമാണ്. അതുകൊണ്ടാണ് 5% മാത്രം വിജയിക്കുന്നത്. ആ ഗ്രൂപ്പിൽ നിങ്ങളെ തന്നെ ഉൾപ്പെടുത്താൻ നിങ്ങൾ ഇപ്പോൾ തുടങ്ങണം. 30 ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണം. നിങ്ങൾ ചിന്തിക്കാൻ അനുവദിക്കുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ. ഈ 30 ദിവസത്തെ ടെസ്റ്റിനായി ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ടതിലും കൂടുതൽ ചെയ്യുക. സന്തോഷകരമായ പോസിറ്റീവ് വീക്ഷണം നിലനിർത്തുന്നതിനു പുറമെ നിങ്ങൾ മുമ്പ് ചെയ്തതിനേക്കാൾ കൂടുതൽ നൽകുക. ജീവിതത്തിൽ നിങ്ങളുടെ വരുമാനം നിങ്ങൾ നൽകുന്നതിന്റെ നേർ അനുപാതത്തിലായിരിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുക. ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്ന നിമിഷം മുതൽ
നിങ്ങൾ ഉടൻ തന്നെ ഒരു വിജയകരമായ ഒരു വ്യക്തിയായി മാറുമെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എങ്ങനെ കൈവരിക്കാൻ പോകുന്നു എന്നതിനെ കുറിച്ച് വളരെയധികം ചിന്തിക്കരുത്. അത് പൂർണ്ണമായും നിങ്ങളെക്കാൾ വലിയ ശക്തിക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് മാത്രമാണ് നിങ്ങൾ അറിയേണ്ടത്. ഉത്തരങ്ങൾ അവരുടെ സ്വന്തം ഇഷ്ടത്തിലും ശരിയായ സമയത്തും നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ പരീക്ഷയുടെ ഈ മാസം അവ നിരന്തരം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക. ചോദിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുക, അത് നിങ്ങൾ കണ്ടെത്തും. മുട്ടുക, അത് നിങ്ങൾക്കായി തുറക്കും. 30 ദിവസത്തേക്ക് നിങ്ങളുടെ പരമാവധി ചെയ്യുക. നിങ്ങൾ ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ നിങ്ങൾ മുമ്പൊരിക്കലും ചെയ്തിട്ടില്ലാത്തതുപോലെ തിരക്കിലല്ല, മറിച്ച് നന്നായി ചിലവഴിച്ച് സമയം നിങ്ങൾക്ക് ആവശ്യമുള്ള സമൃദ്ധി നൽകുമെന്ന ശാന്തമായ സന്തോഷത്തോടെയുള്ള ഉറപ്പോടെ ചെയ്യുക. നിങ്ങൾ ഒരു ഗൃഹനാഥനാണെങ്കിൽ നിങ്ങളുടെ 30 ദിവസത്തെ പരിശോധന പൂർണ്ണമായും നൽകുന്നതിന് നീക്കിവെക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസത്തിൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. നിങ്ങളുടെ ജോലി എന്ത് തന്നെയായാലും നിങ്ങൾ മുമ്പൊരിക്കലും ചെയ്തിട്ടില്ലാത്തതുപോലെ ചെയ്യുക. 30 ദിവസത്തേക്ക് എല്ലാ ദിവസവും നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. നിങ്ങൾ കണ്ടെത്തിയ ഈ പുതിയ ജീവിതത്തിൽ അത്ഭുതപ്പെടുക. മികച്ച എഡിറ്ററും എഴുത്തുകാരിയുമായ ഡൊറോത്തിയ ബ്രാൻഡ് അത് സ്വയം കണ്ടെത്തുകയും വേക്കം ആൻഡ് ലൈവ് എന്ന തന്റെ മികച്ച പുസ്തകത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അവരുടെ മുഴുവൻ തത്വചിന്തയും ഈ വാക്കുകളിലേക്ക് ചുരുക്കിയിരിക്കുന്നു: പരാജയപ്പെടുക, അസാധ്യമെന്ന മട്ടിൽ പ്രവർത്തിക്കുക. ആത്മാർത്ഥതയോടും വിശ്വാസത്തോടും കൂടി അവർ സ്വന്തം പരീക്ഷണം നടത്തി അവരുടെ ജീവിതം മുഴുവൻ മികച്ച വിജയത്തിലേക്ക് മാറ്റി. നിങ്ങൾ 30 ദിവസം മുഴുവൻ പരീക്ഷ നടത്തുക. ക്രമേണ നിങ്ങളുടെ പുതിയ ശീലം രൂപപ്പെടും. നിങ്ങൾ അതിൽ ഒന്ന് കണ്ടെത്തുന്നത് വരെ ഫലത്തിൽ ഒന്നും അസാധ്യമല്ലാത്ത അത്ഭുത ന്യൂനപക്ഷം. കൂടാതെ കാർഡ് മറക്കരുത്. നിങ്ങൾ ഒരു പുതിയ ജീവിത രീതി ആരംഭിക്കുമ്പോൾ അത് വളരെ പ്രധാനമാണ്. കാർഡിന്റെ ഒരു വശത്ത് നിങ്ങളുടെ ലക്ഷ്യം എഴുതുക, അതിന്റെ മറുവശത്ത് ഇനി ഞാൻ പറയുന്നത് പോലെ എഴുതുക. ചോദിക്കൂ, അത് നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുക, നിങ്ങൾ കണ്ടെത്തും. മുട്ടുക, അത് നിങ്ങൾക്കായി തുറക്കും. നിങ്ങളുടെ ടെസ്റ്റ് കാലയളവിൽ നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്ന വസ്തുക്കൾ വായിക്കുക. ദിവസവും 15 മിനിറ്റെങ്കിലും വായിക്കുക. പ്രചോദനാത്മകമായ പുസ്തകങ്ങളായ ബൈബിൾ, ഡൊറോത്തിയ ബ്രാൻഡിന്റെ വേക്കപ്പ് ആൻഡ് ലൈവ്, ക്ലോഡ് ബ്രിസ്റ്റോളിന്റെ ദി മാജിക് ഓഫ് ബിലീവിംഗ്, നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, കൂടാതെ ഉപദേശവും പ്രചോദനവും നൽകുന്ന മറ്റ് പുസ്തകങ്ങൾ വായിക്കുക. പ്രചോദനമില്ലാതെ മഹത്തായ ഒന്നും നേടിയിട്ടില്ല. ഈ നിർണായക ആദ്യ 30 ദിവസങ്ങളിൽ നിങ്ങളുടെ സ്വന്തം പ്രചോദനം ഏറ്റവും ഉയർന്ന നിലയിലാണെന്ന് കാണുക. എല്ലാത്തിനുമുപരി വിഷമിക്കരുത്. ഉത്കണ്ഠ ഭയം കൊണ്ടുവരുന്നു. ഭയം വികലമാക്കുന്നു. നിങ്ങളുടെ ടെസ്റ്റ് സമയത്ത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം എല്ലാം സ്വയം ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലക്ഷ്യം മുറുകെ പിടിക്കുക എന്നതാണ്. മറ്റെല്ലാം സ്വയം പരിപാലിക്കും. ശാന്തവും ഉന്മേഷവും നിലനിർത്താനും ഓർക്കുക. നിസ്സാര കാര്യങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്താനും നിങ്ങളെ വഴിതെറ്റിക്കാനും അനുവദിക്കരുത്. ഇപ്പോൾ ഈ ടെസ്റ്റ് നടത്തുന്നത് ബുദ്ധിമുട്ടുള്ളതിനാൽ ചിലർ പറയും, ഞാൻ എന്തിനു ബുദ്ധിമുട്ടണം? ശരി, ബദൽ നോക്കുക. ആരും പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു സാധാരണ വ്യക്തിയാകാൻ ആരും ശരിക്കും ആഗ്രഹിക്കുന്നില്ല. നിരന്തരം ഭയവും ആശങ്കയും നിരാശയും നിറഞ്ഞ ജീവിതം ആരും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ നിങ്ങൾ വിതയ്ക്കുന്നത് തന്നെ കൊയ്യണമെന്ന് ഓർക്കുക. നിങ്ങൾ നെഗറ്റീവ് ചിന്തകൾ വിതച്ചാൽ നിങ്ങളുടെ ജീവിതം നെഗറ്റീവ് കാര്യങ്ങൾ കൊണ്ട് നിറയും. നിങ്ങൾ പോസിറ്റീവ് ചിന്തിച്ചാൽ പോസിറ്റീവ് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതം വിജയകരമായി മാറുകയും ചെയ്യും. നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള ഏക മാർഗം ആളുകൾക്ക് ആവശ്യമുള്ളതും ഉപയോഗപ്രദവുമായ സേവനങ്ങളോ ഉൽപ്പന്നങ്ങളോ നൽകുന്നതിലൂടെയാണ്. നിങ്ങളുടെ സമയവും ഉൽപ്പന്നവും സേവനവും മറ്റൊരാളുടെ പണത്തിനായി നിങ്ങൾ കൈമാറുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക വരുമാനം നിങ്ങളുടെ സേവനത്തിന്റെ നേർ അനുപാതത്തിലായിരിക്കും എന്നതാണ് നിയമം. വിജയം പണം ഉണ്ടാക്കുന്നതിന്റെ ഫലമല്ല, പണം സമ്പാദിക്കുന്നത് വിജയത്തിന്റെ ഫലമാണ്. വിജയം നിങ്ങളുടെ സേവനത്തിന്റെ നേർ അനുപാതത്തിലാണ്. ഭൂരിഭാഗം ആളുകളും ഈ നിയമം പിന്നോട്ടാണ്. നിങ്ങൾ ധാരാളം പണം സമ്പാദിച്ചാൽ നിങ്ങൾ വിജയിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. നിങ്ങൾ വിജയിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ കഴിയൂ എന്നതാണ് സത്യം. അത് അടുപ്പിന് മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് ചൂട് തരൂ, ഞാൻ എന്നിട്ട് വിറക് കത്തിക്കാമെന്ന് പറയുന്നത് പോലെയാണ്. ജീവിതത്തിൽ ഒരേ മനോഭാവം പുലർത്തുന്ന എത്ര സ്ത്രീകളെയും പുരുഷന്മാരെയും നിങ്ങൾക്ക് അറിയാം? ദശലക്ഷക്കണക്കിനുണ്ട്. ചൂട് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇന്ധനമിടണം. അതുപോലെ പണം പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം സേവനത്തിൽ ഏർപ്പെടേണ്ടതുണ്ട്. പണത്തെക്കുറിച്ച് സ്വയം ആശങ്കപ്പെടരുത്. സേവനത്തിലായിരിക്കുക. പണിയുക, ജോലി ചെയ്യുക, സ്വപ്നം കാണുക, സൃഷ്ടിക്കുക.
അഭിവൃദ്ധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഏതൊരു വ്യക്തിയും സ്വയം അഭിവൃദ്ധി പ്രാപിക്കണം. ചിലപ്പോൾ നിങ്ങൾ സേവിക്കുന്നവരിൽ നിന്ന് തിരിച്ചുവരവ് ലഭിക്കില്ല, പക്ഷേ അത് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് വരണം. കാരണം അതാണ് നിയമം. ആദ്യം മറ്റുള്ളവരെ സമ്പന്നരാക്കാതെ ആർക്കും സ്വയം സമ്പന്നനാകാൻ കഴിയില്ല. നിങ്ങൾ സ്വയം പിന്തിരിഞ്ഞോടുന്നത് നിർത്തുക. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയാത്തതിന്റെ എല്ലാ കാരണങ്ങളെയും കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുക. പകരം നിങ്ങൾക്ക് സാധ്യമായ എല്ലാ കാരണങ്ങളെയും കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ചിന്തിച്ചത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനാവില്ല എന്ന ആശയം എവിടെ നിന്നാണ് ആദ്യം ലഭിച്ചതെന്ന് കണ്ടെത്തുക. നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഒരു വിവരണം എഴുതി ദിവസവും അത് വായിക്കുക. ഈ 30 ദിവസത്തെ ടെസ്റ്റ് നടത്തുക, അത് ആവർത്തിക്കുക, തുടർന്ന് വീണ്ടും ആവർത്തിക്കുക. മറ്റെന്തെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാമായിരുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് വരെ ഓരോ തവണയും അത് നിങ്ങളുടെ ഭാഗമായി മാറും. ഈ പുതിയ രീതിയിൽ ജീവിക്കുക. സമൃദ്ധിയുടെ പ്രവാഹങ്ങൾ തുറക്കുകയും നിങ്ങൾ സ്വപ്നം കണ്ടതിൽ കൂടുതൽ സമ്പത്ത് നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. അതെ, പണം, ധാരാളം പണം. എന്നാൽ അതിലും പ്രധാനമായത് നിങ്ങൾക്ക് സമാധാനമുണ്ടാകും എന്നതാണ്. ശാന്തവും സന്തോഷപ്രദവും വിജയകരവുമായ ജീവിതം നയിക്കുന്ന ആ അത്ഭുതകരമായ ന്യൂനപക്ഷത്തിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ന് തന്നെ തുടങ്ങൂ. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു ജീവിതമുണ്ട്. നന്ദി.